ഹേ ഗൈസ്, എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു മൂന്നനുണ്ണി അസോസിയേറ്റ്സ്. അതിൻ്റെ ഡയറക്ടർ അഭിനവ് സുന്ദർ നായിക്കിൻ്റെ രണ്ടാമത്തെ സിനിമയും നമ്മുടെ പ്രിയപ്പെട്ട താരം നെസ്ലിൻ നായകവേഷത്തിൽ എത്തുന്ന മോളിവുഡ് ടൈംസ് എന്ന സിനിമയെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സിനിമയുടെ പോസ്റ്ററിൽ തന്നെ ഹേ ഹേറ്റ് ലെറ്റർ ടു സിനിമ എന്ന ക്യാപ്ഷനാണ് കൊടുത്തിരുന്നത്. അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് ഈ സിനിമ. നമ്മൾ കാണുന്ന പുറത്തുനിന്ന് കാണുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ ഇന്റേണലി എന്തൊക്കെ പൊളിറ്റിക്സ്, ഹെയ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളും അനുഭവിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ സിനിമയിലെ ക്യാരക്ടർ എന്ന് വേണം നമുക്ക് പറയാം. അത് കൂടാതെ തന്നെ ഈ സിനിമ ഷെയർ ചെയ്യുന്ന കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. എനിക്ക് പേഴ്സണലി ഞാൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കോൺസെപ്റ്റുകളാണ് അതൊക്കെ. അതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു. ഞാനതിൽ 2-3 കോൺസെപ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇപ്പോൾ വിധി, എല്ലാവരും പറയും വിധിക്കപ്പെട്ടത് നടക്കുമെന്ന്. പക്ഷെ ഈ വിധി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ തീരുമാനങ്ങളായിട്ട് വേണം വ്യാഖ്യാനിക്കാൻ. കാരണം നമ്മൾ എന്ത് തീരുമാനമെടുക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എപ്പോഴും വിധി എന്ന് പറയുമ്പോഴും നമ്മളെടുത്ത തീരുമാനത്തിന്റെ ഔട്ട്കം എന്ന് വേണം അതിനെ നമ്മൾ പറയാൻ. അതുപോലെ ഭാഗ്യം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ ഒരിക്കലും ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഒരു പ്രാധാന്യമില്ല. ചിലപ്പം ഭാഗ്യം ലഭിക്കുന്നത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ്, ചിലപ്പം ഭാഗ്യം കിട്ടുന്നത് ആരാണോ വിക്ടിം അവർക്കായിരിക്കും. അപ്പോൾ ഈ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ഒതുക്കാൻ പറ്റുന്ന കാര്യമല്ല. ജസ്റ്റിസ് ഭാഗ്യത്തിൽ ഇല്ല എന്ന് വേണം പറയാൻ. ആ കുറെ കോൺസെപ്റ്റുകൾ ഈ സിനിമയിൽ ഡയറക്ടർ കാണിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ സിനിമയെ പറ്റി പറഞ്ഞാൽ ഒരു സിനിമാ മോഹിയായ യുവാവ് നേരിടേണ്ടി വരുന്ന എല്ലാ തരം നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഈ സിനിമയിലുണ്ട്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ വരെ നല്ല ഫ്ലോയിൽ നല്ല കുറേ സിറ്റുവേഷൻ കോമഡികളൊക്കെ ആയിട്ട് നല്ല ബിൽഡപ്പോടുകൂടി സിനിമ പോയി. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. പിന്നെ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന കഥയായതുകൊണ്ട് തന്നെ ആ സിനിമ കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല പല സ്ഥലങ്ങളിലും. ബിക്കോസ് ഇപ്പോൾ നമ്മൾ ഉദയനാണ് താരം കണ്ടു, അങ്ങനെ പല സിനിമയ്ക്കുള്ള സിനിമയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിലെ സിനിമ കുറച്ച് കൺവിൻസിങ് ആയിട്ട്, ആ സ്റ്റോറിയൊക്കെ നമുക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നി. പക്ഷെ ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന കഥകളും ആ സിനിമയ്ക്ക് കൊടുത്തേക്കുന്ന പേരുകളും എല്ലാം എനിക്ക് എനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയതാണ്, നിങ്ങൾക്കത് തോന്നണമെന്നില്ല. പിന്നെ നെസ്ലിൻ എടുത്തു പറയേണ്ട കാര്യമില്ല, അടിപൊളിയായിരുന്നു. മിക്ക സിനിമകളിലും കണ്ടുവരുന്ന ആ ഒരു റെപ്പറ്റീഷൻ സാധനങ്ങൾ ഒന്നും തന്നെ ഇതിനകത്ത് കാണാൻ പറ്റിയില്ല. വേറെ തന്നെ ഒരു നെസ്ലിനായിരുന്നു ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത്. എല്ലാ താരങ്ങളും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. ടെക്നിക്കലി സിനിമ അടിപൊളിയായിരുന്നു. ടെക്നിക്കലി എഡിറ്റിംഗ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, സംവിധായകൻ തന്നെയാണ് എഡിറ്റർ. അതുകൊണ്ട് പുള്ളിയുടെ ഫ്രീഡത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് മൂന്നനുണ്ണി അസോസിയേറ്റ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഡയറക്ടറുടെ അതേ സിഗ്നേച്ചറിലുള്ള വേറൊരു പടമാണിത്. നമ്മൾ കുറച്ച് ആരെയും പറ്റിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്ന വളരെ ഉയരത്തിലെത്തുന്നവരുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സും. അങ്ങനെ എത്താം, വേണം ജെനുവിനായിട്ട് നിന്നിട്ടും എത്താം. അങ്ങനെ പല കോൺസെപ്റ്റും പല പെർസ്പെക്റ്റീവുമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഇത് കണക്ട് ആവണമെന്നില്ല, എനിക്കറിയാം. കാരണം കുറച്ച് സിനിമ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള കുറച്ച് പേർക്ക് പെട്ടെന്ന് കണക്ട് ആവും, അല്ലാത്തവർക്കും കണക്ട് ആവും, ഇല്ലെന്നല്ല. പക്ഷെ അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് വെച്ചിട്ടിരിക്കും. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. മോളിവുഡ് ടൈംസ്.